ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. അപ്പം നമ്മുടെ 2025 ആദ്യത്തെ വീഡിയോ ആണ്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ആദ്യത്തെ വീഡിയോ തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പല പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പല വീഡിയോസും നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ജനുവരി ആണ്. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഏപ്രിലാണ് CBSE സ്കൂൾസിൽ പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള ധാരാളം ഓപ്പണിങ്സ് ഇനി മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള ഹയറിംഗ് ഒക്കെ നടക്കുന്നത് ജനുവരി ഒരു മിഡോട് കൂടി സ്റ്റാർട്ടാവും. ജനുവരി പിന്നെ ഫെബ്രുവരി മാർച്ചിലൊക്കെ നല്ല രീതിയിലുള്ള ഓപ്പണിങ്സും നല്ല രീതിയിലുള്ള ഇൻ്റർവ്യൂസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ UAE ഒരു ടീച്ചിങ് ജോബ് നേടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഇതൊരു വലിയ വീഡിയോ അല്ല, കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ ടീച്ചിങ് ജോബിൻ്റെ ഇൻ്റർവ്യൂസ് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈസി ആയിട്ട് ഇൻ്റർവ്യൂ പാസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ജോലി കിട്ടാലും വെറുതെ ഒന്നും ഒരു ജോലിയും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും നമ്മുടെ ഹാർഡ് വർക്ക് മസ്റ്റാണ്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ ഒരു പോയിന്റ് ഒക്കെ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ചില ചെറിയ ട്രിക്സ് ആൻഡ് ടിപ്സ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇൻ്റർവ്യൂസിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂസ് കൂളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോയിന്റ്സ് 1 by 1. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ CV ആണ്. നമ്മളൊരു ജോബിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ CV വെച്ചിട്ടാണല്ലോ. അപ്പോൾ എപ്പോഴും ഏറ്റവും നല്ല ഒരു CV നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഇലാബറേറ്റ് ചെയ്യാതെ ഒരു മാക്സിമം ഒരു 2 പേജസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങളെ മാക്സിമം ആ ഒരു പോസ്റ്റിന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സ്കിൽസൊക്കെ ആ പോസ്റ്റിനെ ആപ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൽസൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു CV നിങ്ങൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്, അതായത് വലിച്ചു വാരി എഴുതാതെ നിങ്ങൾ ആ ഒരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ അതൊക്കെ കൊടുത്ത് നിങ്ങളുടെ ഹയർ ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് കൊടുത്ത് അവിടുന്ന് ഒരു ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊടുത്ത് ഇപ്പോൾ ടീച്ചിങ് ജോബിന് വേണ്ട എന്തൊക്കെ സ്കിൽസ് ആണ് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയും പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഒരുപാട് വേണ്ട, അതൊക്കെ ഒരു കുറച്ച് പോയിന്റ്സ് മതി. നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന UAE നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ നമ്പർ അതിലുണ്ടായിരിക്കണം, നിങ്ങളുടെ മെയിൽ ID അതിലുണ്ടായിരിക്കണം. നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിൽസും എക്സ്പീരിയൻസും വെച്ചിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു CV ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം. സെക്കൻഡ് വൺ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. എന്തായാലും നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, നിങ്ങൾ UAE ഒരു ടീച്ചിങ്ങിന് റെഡി ആയിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അറ്റസ്റ്റഡ് ആണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സും ലൈക്ക് MSc BSc ഓർ MA BA വാട്ടർ, നിങ്ങളുടെ ഈവൻ 10th പോലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ എപ്പോഴും റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കി നാട്ടിൽ നിന്നായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വരുവാണെങ്കിൽ, വിസിറ്റിംഗ് ഒക്കെ എടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് നോക്കട്ടെ. അടുത്ത പോയിന്റ് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിരവധി ജോബ് സൈറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ലോട്ട്സ് ഓഫ് വേക്കൻസീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെല്ലാം തന്നെ ട്രസ്റ്റബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ചിലത് ജെന്യൂൻ ആയിട്ടുള്ള വേക്കൻസീസ് ഉണ്ടാവും, പക്ഷേ എല്ലാം തന്നെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് എപ്പോഴും സ്കൂളിൻ്റെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ജോബ് സൈറ്റിൽ ഒരു ടീച്ചിങ് ജോബ് ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ ഒരു വേക്കൻസി കണ്ടു, അതിൽ സ്കൂൾ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോബ് സൈറ്റിൽ നിങ്ങൾ പോയി അപ്ലൈ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ആ സ്കൂളിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് കരിയർ ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾക്ക് CV ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുള്ള ഫോം കാണും. അപ്പോൾ ഡയറക്റ്റ് സ്കൂൾ സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ CV അവിടെ ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ജോബ് സൈറ്റ് ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ജോബ് സൈറ്റിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ജെന്യൂൻ ആയിട്ടുള്ളതും ഉണ്ടാവാറുണ്ട്, പക്ഷേ
കുറച്ചും കൂടി ബെറ്റർ നിങ്ങൾ ഡയറക്റ്റ് സ്കൂൾ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ ബാക്കിയുള്ള ജോബ് സൈറ്റ്സിലൊക്കെ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ വേക്കൻസീസ് സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നല്ലൊരു ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് അതിൽ മാക്സിമം സ്കൂൾസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ സ്കൂളിൻ്റെ വേക്കൻസി ഡയറക്റ്റ് അവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനുള്ള ഈസി ആയിരിക്കും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക. അതായത് നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് മനസ്സിലങ്ങ് വിചാരിക്കുക. അത് കഴിഞ്ഞ് ഇന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. ചില സ്കൂളിൽ നിന്നൊക്കെ കോൾ വരുന്നത് അങ്ങനെയായിരിക്കും. രാവിലെ നിങ്ങൾക്ക് ഒരു 9 o'clock കോൾ വരും. ചിലപ്പോൾ 10 o'clock വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളത് ചിലപ്പോൾ വല്ലാണ്ട് ടെൻഷനായി പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് മനസ്സിൽ കാണുക. ആ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുക. നിങ്ങൾക്കറിയാലോ, ഏകദേശം നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറലി ആസ്ക് ചെയ്യുന്നത്. ഒരു HR ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ പ്രിൻസിപ്പളോ വൈസ് പ്രിൻസിപ്പളോ ഒക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവും, കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതായത് സബ്ജക്റ്റിൽ നിങ്ങൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ജനറലായിട്ട് നമ്മൾ HR ഒക്കെ ചോദിക്കുന്നത് നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ പ്ലസ് നിങ്ങളുടെ വിസ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ ബേസിക് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുക. അപ്പോൾ എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരിക്കണം. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ ടീച്ചിങ് ഇൻ്റർവ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഡെമോ പ്രസൻറ്റേഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ചിലപ്പോൾ മോസ്റ്റ്ലി സ്കൂൾസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് തരുന്നത്. ആ ഒരു ടോപ്പിക്കിൽ ഡെമോ എടുക്കാനായിരിക്കും പറയുന്നത്. പക്ഷേ ചില കേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിൽ ഡെമോ എടുത്തോ എന്ന് പറയുന്ന സ്കൂൾസ് ഉണ്ടാവാറുണ്ട്. അത് നിങ്ങളുടെ ലെക് ഫാക്ടറിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിങ്ങളൊരു ഡെമോ എപ്പോഴും പ്ലാൻ ചെയ്ത് വെക്കുക. ഓക്കെ, ആ ഒരു ഡെമോ എപ്പോഴും പ്രിപ്പയർ ചെയ്തെടുക്കുക. ഈ എമർജൻസി നിങ്ങൾക്കൊരു കോള് കിട്ടുവാണ്, ഒരു ഡെമോന് വരണം, ഒരു മണിക്കൂറിനുള്ളിൽ വന്നിട്ട് ഒരു ഡെമോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എപ്പോഴും അത് റെഡി ആയിരിക്കുവാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഒരു ഡെമോ എപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കുക. അടുത്തതായിട്ട് പറയുന്നത് വാക്ക് ഇൻ ഇൻ്റർവ്യൂസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിരവധി വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് നമുക്ക് അധികവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് ഒരുപാട് അറ്റൻഡ് ചെയ്യാൻ മടിയാണ്. കാരണം അവർക്കുള്ള ഒരു ബിലീഫാണ്, അതായത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ്, ഒരുപാട് കാൻഡിഡേറ്റ്സ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും, പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ള പൊതുവേ ഉള്ള ഒരു ബിലീഫ് കാരണം പലരും വാക്ക് ഇൻ ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ കിട്ടുന്ന എല്ലാ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്യാം. എന്തായാലും ഓരോ ഇൻ്റർവ്യൂവിനും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അത് നിങ്ങളുടെ റിയൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് പോകാതിരിക്കേണ്ട കാര്യമില്ല, ജോലി കിട്ടാതിരിക്കും എന്ന് വിചാരിച്ചിട്ട് പോകേണ്ടാത്ത കാര്യമില്ല. ജോലി കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം, പക്ഷെ എന്തായാലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസും നിങ്ങൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസും ഒക്കെ വളരെ വലുതായിരിക്കും. അതായത് അതുകൊണ്ട് തന്നെ ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണെങ്കിൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂ അത് അവോയ്ഡ് ചെയ്യാതെ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലാംഗ്വേജ് ഫ്ലുവൻസി അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് UAE ടീച്ചിങ്ങിന് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊന്നും നാറ്റീവ്സ് അല്ല, ഇംഗ്ലീഷിൽ ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് പൊതുവേ മലയാളികൾക്ക് കാണാറുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് കുറവിനെ ബീറ്റ് ചെയ്യാൻ നമ്മൾ സെൽഫായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് പറയാനുള്ളത്. നിങ്ങളോട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഇതാണ് ഞാൻ അധികവും കൊടുക്കാറുള്ള ഒരു ടിപ്പ്. നമ്മൾ ഡെയിലി ഇപ്പോൾ നിങ്ങൾ കിച്ചണിലാണെങ്കിലോ നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലോ നമ്മുടെ ഡെയിലി ലൈഫിലെ ഓരോ ആക്ടിവിറ്റീസും നമ്മളോട് തന്നെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷിൽ നമ്മളോട് തന്നെ ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. നല്ല നല്ല വൊക്കാബുലറി യൂസ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മാക്സിമം ഇംഗ്ലീഷ് മൂവീസോ നമ്മുടെ പ്രൊനൗൺസിയേഷനും നമ്മുടെ ആക്സെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് മിററിൽ വെച്ചിട്ട് നിങ്ങളോട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കുക. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുക. ആ ഒരു കാര്യം. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന പോലെ പണ്ടത്തെ പോലെ നമ്മളെ ബ്ലാക്ക് ബോർഡും വൈറ്റ് ബോർഡും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടീച്ചിങ് അല്ല. മോസ്റ്റ്ലി നമ്മൾ പവർ പോയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉള്ള
ടീച്ചിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് ആപ്സ് നമ്മൾ മെയിനായിട്ടുള്ള വേർഡ്, പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, എക്സൽ, അങ്ങനെ ടീച്ചിങ്ങിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന, പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ലൈക്ക് ടീംസ്, ഗൂഗിൾ ക്ലാസ് റൂം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നിങ്ങൾ ഒരു ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ലാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നതും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ജനറൽ ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ലൈക്ക് CV, ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി, മാക്സിമം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക, ഒരു ഡെമോ പ്രിപ്പയർ ചെയ്ത് വെക്കുക, ഇൻ്റർവ്യൂവിന് വേണ്ടി എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിച്ചത്. അപ്പം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഓപ്പണിങ്സ് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് UAE വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നല്ല ബെസ്റ്റ് ചോയ്സ് ആണ്. പിന്നെ ഇവിടെ ഉള്ളവരാണെങ്കിലും നല്ലൊരു CV ഒക്കെ ഉണ്ടാക്കി മാക്സിമം അപ്ലൈ ചെയ്ത് റെഡി ആയിരിക്കാം. അപ്പോൾ എല്ലാവർക്കും മാക്സിമം ഇൻ്റർവ്യൂസ് കിട്ടട്ടെ, എല്ലാവർക്കും ജോലിയൊക്കെ കിട്ടട്ടെ, നല്ലൊരു വർഷമായിരിക്കട്ടെ 2025 എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.